കായംകുളം MSM കോളേജിലെ വിദ്യാർത്ഥിനികളെ ഭീതിയിലാഴ്ത്തിയ അജ്ഞാതൻ ഒരു 17-കാരനാണ്. ഒരാഴ്ച നീണ്ട അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. സംഭവത്തിന് ശേഷം ബംഗളൂരുവിൽ ഒളിവിൽ കഴിഞ്ഞ ഇയാൾ കൊല്ലത്തെത്തിയപ്പോൾ കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോളേജ് ഹോസ്റ്റലിന് സമീപത്ത് താമസിക്കുന്ന കൗമാരക്കാരൻ അവിടെ എത്തിയത് എന്തിനാണ്? ഇയാളെ കൂടാതെ മറ്റാരെങ്കിലും ഹോസ്റ്റലിൽ വന്നിരുന്നോ? വിദ്യാർത്ഥിനികളുടെ ചോദ്യത്തിന് പോലീസ് തന്നെ ഉത്തരം കണ്ടെത്തണം. ഒരാഴ്ചയ്ക്ക് മുകളിലായി കായംകുളം MSM കോളേജ് വനിതാ ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികൾ ഭയപ്പാടിലായിരുന്നു. പുലർക്കാലങ്ങളിൽ ഹോസ്റ്റലിൽ ഭീതി പടർത്തിയ അജ്ഞാതൻ ഒടുവിൽ പിടിയിലായി. കൊല്ലത്ത് നിന്നാണ് 17-കാരൻ അറസ്റ്റിലായത്. 3 തവണ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ടെന്ന പ്രദേശവാസിയായ ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനി ആദ്യം ശുചിമുറിയിലാണ് അപരിചിതനെ കാണുന്നത്. പിന്നീട് ഉറങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥിനിയെ നോക്കി നിൽക്കുന്ന നിലയിലും ഇയാളെ കണ്ടു. ഭയന്നുപോയ പെൺകുട്ടി പേടിച്ച് ശബ്ദം പോലും പുറത്തുവരാത്ത അവസ്ഥയിലായിരുന്നുവെന്ന് സഹപാഠികൾ പറയുന്നു. തുടർന്ന് കടുത്ത പ്രതിഷേധം പെൺകുട്ടികൾ ഉയർത്തി. മാനേജറുടെ വീട്ടിലെത്തി CCTV ദൃശ്യങ്ങൾ നിർബന്ധപൂർവ്വം പരിശോധിച്ചു. അപ്പോഴാണ് ഒന്നിലധികം തവണ ഹോസ്റ്റലിൽ അപരിചിതൻ എത്തിയിട്ടുണ്ടെന്ന വിവരം കുട്ടികൾ മനസ്സിലാക്കുന്നത്. കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുമ്പോഴും എല്ലാവരെയും വെല്ലുവിളിച്ച് ഞായറാഴ്ച പുലർച്ചെയും ഇയാൾ ടെറസിലെത്തി. പക്ഷേ ഇത്തവണ വന്നത് കൗമാരക്കാരനല്ലെന്ന് വിദ്യാർത്ഥിനികൾ ഉറപ്പിച്ചു പറയുന്നു. ഒന്നിലധികം ആളുകൾ എത്തിയിട്ടുണ്ടെന്ന് വിദ്യാർത്ഥിനികൾ പറയുന്നുണ്ടെങ്കിലും പോലീസ് ഇത് പരിഗണിക്കുന്നില്ല. 17-കാരൻ മാത്രമാണ് എത്തിയതെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. പ്രതിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കായംകുളം പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ആലപ്പുഴ.